വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാൽപന്ത് കളിയുടെ ലോകമാമാങ്കത്തിന് വിസിലൂതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ആവേശം അലതല്ലി മലയോര മേഖലയിലെ വിദ്യാലയങ്ങളും. ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കുവാൻ സംഘടിപ്പിച്ചത് വൈവിധ്യമാർന്ന പരിപാടികൾ. കാലവർഷക്കാലത്ത് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ ചെറുക്കുവാൻ വ്യക്തി ശുചിത്വത്തിന് പ്രാധാന്യം നൽകണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീർ. ജില്ലയിൽ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ അവലോകനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്നു. പോരൂർ ഗ്രാമപഞ്ചായത്തിലെ തെരുവുനായ ആക്രമവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ആക്രമത്തിൽ യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തെ തുടർന്നാണ് പരാതി. പോരൂർ കോട്ടേക്കാട് കുന്നിൽ വീണ്ടും വൻതോതിൽ സെപ്റ്റി ടാങ്ക് മാലിന്യം തള്ളി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ജനവാസ മേഖലയിൽ സാമൂഹിക വിരുദ്ധർ വ്യാപകമായി മാലിന്യം നിക്ഷേപിച്ചത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്ത് പരിശോധന നടത്തി. കാൽപന്ത് കളിയുടെ ലോകമാമാങ്കത്തിന് വിസിലൂതുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നാടെങ്ങും ലോകകപ്പിനെ വരവേൽക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ഫുട്ബോൾ ആരാധകരുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇന്ന് മലയോര മേഖലയിലെങ്ങും സംഘടിപ്പിച്ചത്. ഫുട്ബോൾ ലോകകപ്പിനെ വരവേറ്റ് ആവേശകരമായ റാലികൾ നടത്തിയും വിവിധങ്ങളായ അനുബന്ധ പരിപാടികൾ നടത്തിയുമാണ് ഫുട്ബോൾ പ്രേമികൾ ഈ ലോകകപ്പിനെ വരവേൽക്കുന്നത്. ലോകകപ്പ് എന്നത് ഓരോ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച്, ഫുട്ബോൾ ആസ്വാദകരെ സംബന്ധിച്ച് വലിയ ഒരാവേശം ജനിപ്പിക്കുന്ന ഒന്നാണ്. തങ്ങളുടെ ഇഷ്ട ടീമുകൾക്ക് വേണ്ടി വഴിനിരത്തുകളിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തുന്നതിനൊപ്പം ഇവർ വ്യാപകമായ തോതിലാണ് ഇപ്പോൾ ഇന്ന് ആവേശ പ്രകടനങ്ങൾ കാഴ്ചവെച്ചത്. വണ്ടൂർ VMC ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ലോകകപ്പിൻ്റെ ഈ ഒരു ആവേശം വലിയ ഒരു കാഴ്ചയായി മാറുകയായിരുന്നു. കുട്ടികൾക്ക് പൂർണ്ണമായ തോതിൽ ഈ ഒരു ലോകകപ്പ് ആവേശം പങ്കുവയ്ക്കുവാനുള്ള ഒരവസരമാണ് വിദ്യാലയം ഒരുക്കിയത്. എന്തായാലും ഇന്ന് ഷൂട്ടൗട്ട് മത്സരം, അതോടൊപ്പം ഘോഷയാത്ര, ഇങ്ങനെയൊക്കെയായി വലിയ ഒരു ആവേശ കാഴ്ചയാണ് വണ്ടൂർ VMC ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ടത്.
പ്രിൻസിപ്പൽ മായ നിഷാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് ഫാൻസ് ഉണ്ട് ഇവിടെ. ബ്രസീലുണ്ട്, അർജന്റീനയുണ്ട്, പോർച്ചുഗൽ ഉണ്ട്. എല്ലാവരും ഫാൻസ് ആണ്. ഗേൾസ് ഒന്നിനും ഇല്ലേ? ഗേൾസും ഉണ്ട് കേട്ടാ. ഒന്നിനും പുറകിലല്ല ഗേൾസ്, മുമ്പിൽ തന്നെ ഉണ്ടാവണം. അപ്പോ നല്ലൊരു കിക്ക് ഓഫ് അല്ലേ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ആവേശം, ഈ ഫുട്ബോളിന്റെ ആവേശം എല്ലാവരും സന്തോഷത്തോടെ ഏറ്റെടുക്കട്ടെ. ലോകത്തിന്റെ ആ ആരവത്തോടൊപ്പം നമ്മളും നിൽക്കുകയാണ്. താങ്ക് യു. ഷൂട്ടൌട്ട് മത്സരത്തിന്റെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് EP ഫിറോസ് നിർവഹിച്ചു. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും മുന്നോട്ട് വരണം. STO ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഷൂട്ടൌട്ടിന് പേരെടുക്കാം. സീനിയർ അസിസ്റ്റന്റ് ഹൈദരലി പുന്നപ്പാല, സ്റ്റാഫ് സെക്രട്ടറി അജ്മൽ കോയ, NSS പ്രോഗ്രാം ഓഫീസർ P രതിശ്രീ എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ V ഷാനവാസ്, M വിനോദ്, K പ്രശാന്ത്, P റിയാസ്, ഡോക്ടർ EK റഷീദ്, P സക്കറിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളായ മിർഷൽ, നവനീത് അക്ഷയ്, U ഷഹബാസ്, ഹാഷിം, അഫ്ലഹ് തുടങ്ങിയവർ സംഘാടനത്തിന് നേതൃത്വം നൽകി. റഷീദ് മാഷ്, അപ്പോൾ ലോകം ഇങ്ങനെ ഫുട്ബോളിനെ ചുറ്റിപ്പറ്റി ഇനി തിരിയാൻ പോവുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ. എല്ലാ മേഖലയിലും ഫുട്ബോൾ ആരാധകർ അവരുടെ ആവേശം പങ്കുവയ്ക്കുന്നുണ്ട്. ആവേശങ്ങൾ അതിര് വിടരുത്. കാരണം എല്ലാ വർഷവും എല്ലാ ലോകകപ്പ് സമയങ്ങളിലുമൊക്കെ നമുക്കറിയാം ആവേശങ്ങൾ ചിലയിടങ്ങളിലൊക്കെ അതിര് വിടുന്നത് സംഘർഷങ്ങളിലേക്കൊക്കെ വഴിവെക്കാറുണ്ട്. പക്ഷേ ഈയൊരു കാൽപന്ത് കളിയുടെ സൗന്ദര്യം അത് ആ രീതിയിൽ ആസ്വദിക്കുക, തങ്ങളുടെ ഇഷ്ട ടീമിന് വേണ്ടി അടിയുറച്ച് നിലനിൽക്കുക, അവരുടെ വിജയങ്ങളിൽ ആഘോഷിക്കുക, അവർ എതിർ ടീമുകളുടെ പരാജയങ്ങൾ വരുമ്പോൾ അതിൻ്റെ ആരാധകരെ നിരാശപ്പെടുത്താതിരിക്കുക, അങ്ങനെ ഒരു സൗഹൃദവും സ്നേഹവും ഒക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു കായിക വിനോദമായി തന്നെ ഈ ഒരു ഫുട്ബോൾ എന്ന ഈ ഒരു കലയെ തന്നെ അതൊരു കലയായി തന്നെയാണ് നാം കാണേണ്ടത്. കാരണം കായിക വിനോദമാണെങ്കിൽ പോലും ആ ഒരു ഗ്രൗണ്ടിൽ ഫുട്ബോളിലൂടെ അവർ വരച്ചെടുക്കുന്നത് വലിയൊരു കല തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്നേഹമൂട്ടിയുറപ്പിക്കുന്ന ഒരു കാഴ്ചയായി തന്നെ ഈ ഒരു ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഇനിയുള്ള മത്സരങ്ങളും എല്ലാം മാറട്ടെ. എല്ലാവരുടെയും ഇഷ്ട ടീമുകൾക്ക് വിജയങ്ങൾ നേടാനാകട്ടെ എന്നൊക്കെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാം. ഇനി മറ്റു വാർത്തയിലേക്കാണ്. കാലവർഷക്കാലത്ത് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ ചെറുക്കുവാൻ വ്യക്തി ശുചിത്വം നിർബന്ധമാണെന്ന് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ പറഞ്ഞു. മലപ്പുറം ജില്ലാ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ അവലോകനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലവർഷക്കെടുതികൾ നേരിടുവാൻ ജില്ല സുസജ്ജമാണെന്നും അദ്ദേഹം മലപ്പുറം കലക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം പറഞ്ഞു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ADM CS രാജേഷ്, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ് ജോൺ, സബ് കളക്ടർമാരായ ദിലീപ് കൈനിക്കര, സാക്ഷി മോഹൻ, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ജയശ്രീ S വാര്യർ, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ, തഹസിൽദാർമാർ, മുനിസിപ്പൽ സെക്രട്ടറിമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. മഴക്കാലത്ത് അതീവ ജാഗ്രത പുലർത്തേണ്ട തീരദേശ മേഖലകൾ, മത്സ്യത്തൊഴിലാളികൾക്കുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, മലയോര മേഖലയിലെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങൾ സ്വീകരിച്ചിട്ടുള്ള മുൻകരുതലുകൾ മന്ത്രി യോഗത്തിൽ പ്രത്യേകം അവലോകനം ചെയ്തു. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ, ഓടകൾ വൃത്തിയാക്കൽ എന്നിവയിലുള്ള പുരോഗതി മന്ത്രി ആരാഞ്ഞു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കൺട്രോൾ റൂമുകൾ, NDRF സംഘം എന്നിവ ജില്ലയിൽ സജീവമാണെന്ന് മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനത്തിൽ സ്വീകരിച്ചിട്ടുള്ള മുൻകരുതലുകളും മന്ത്രി വിലയിരുത്തി. പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയാകും വിധം സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിൽ നിൽക്കുന്ന അപകടകരമായ മരങ്ങളും ചില്ലകളും അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ചില സ്ഥലങ്ങളിലൊക്കെ ഈ പ്രൈവറ്റ് പാർട്ടീസ് മരം മുറിക്കാത്ത കേസുകളുണ്ട്. അത് കളക്ടറോട് അത്
മോണിറ്റർ ചെയ്തിട്ട് അതിന് വേണ്ട നടപടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് സ്ഥലത്തിലെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മുറിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. NDRFിൻ്റെ ടീമൊക്കെ ഉണ്ടോ? എല്ലാവരും ഉണ്ട്, സുസജ്ജമാണ്. അവർ 32 ടീമുണ്ട്, ഇവിടെ ഉണ്ട്, ഒരു ക്ലാരിറ്റി ഉണ്ട്, അവർ വന്നിട്ടുണ്ട്. അവർ എൻ്റെ ദിവസം ഇന്നുകൊണ്ട് മീറ്റിങ്ങിന് വന്നിരുന്നു, അവർ ക്ലിയറാണ്. അത് നമ്മളവിടെ ഇല്ല, നമ്മളിപ്പോൾ ഇല്ലത് നമ്മളെ തൊട്ടടുത്ത് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഇപ്പോൾ വന്നപ്പം അത് വായക്കാടിൻ്റെ ഒരാൾക്കവിടെ കൂടെ കാര്യം ഉണ്ടായതുകൊണ്ട് വളരെ വിജിലൻ്റാണ്. എല്ലാ സെറ്റപ്പും ഉണ്ട്, മെഡിക്കൽ കോളേജിലൊക്കെ എല്ലാ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഈ പനി പകർച്ചവ്യാധിയുടെ ഒരു കാലമാണ്, അതൊക്കെ ശരിയാണ്. ഒന്നാമത് എന്താ വെച്ചാൽ വെള്ളം കെട്ടിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, പിന്നെ സാധനങ്ങൾ ഈ പുതിയ ഇത് ആരോഗ്യവകുപ്പ് പറയുന്നത് എന്താ വെച്ചാൽ മഴക്കാലം വരുമ്പോൾ കൊതു കെട്ടി കിടന്നിട്ട് 300 മുതൽ 600, 700 മീറ്റർ വരെ ദൂരത്തിൽ കൊതു പറക്കും. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ നമുക്ക് മറ്റേ വലിയൊരു അപകടം ഒന്നുമില്ല. ഒക്കെ പിന്നെ പിന്നെല്ലോ പ്രശ്നം മഞ്ഞപ്പിത്താണ്. അതും ഒരു 16 ആൾക്കാർക്കാണ് മഞ്ഞപ്പിത്തം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് വലിയൊരു അപകടകരമായ അവസ്ഥയിലുണ്ട്. ജില്ലയിൽ മഴക്കാല രോഗങ്ങളിൽ ഇപ്പോൾ ഭീഷണിയായി നിൽക്കുന്ന എലിപ്പനിയെ പ്രതിരോധിക്കുവാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഡെങ്കി, മഞ്ഞപ്പിത്തം, മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ആവശ്യമായ മരുന്നുകളും ഉപകരണങ്ങളും സജ്ജമാണെന്നും യോഗത്തിൽ DMO പറഞ്ഞു. ജില്ലയിലെ എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യമായ മരുന്നുകളും പ്രതിരോധ ഉപകരണങ്ങളും പൂർണ്ണതോതിൽ സജ്ജമാണെന്നും DMO യോഗത്തിൽ അറിയിച്ചു. പോരൂർ ഗ്രാമപഞ്ചായത്തിൽ തെരുവ് നായ ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം ഈ തെരുവ് നായ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന് സ്കൂട്ടറിന് മുൻപിൽ ചാടി യാത്രക്കാരനായ യുവാവിനും അദ്ദേഹത്തിൻ്റെ 3 വയസ്സുകാരനും ഒക്കെ പരിക്കേറ്റിരുന്നു. വലിയ പരിക്കുകളാണ് ഉണ്ടായത്. വിവിധ ഇടങ്ങളിൽ തെരുവ് നായകൾ ഇങ്ങനെ അക്രമം അഴിച്ചുവിടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾ കർശന നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് DYFIയുടെ മേഖലാ കമ്മിറ്റി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെ കണ്ട് ഇക്കാര്യത്തിൽ DYFIയുടെ പരാതി ഇവർ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. തെരുവുനായ അക്രമം പരിഹരിക്കുന്നതിനോ അക്രമി നായയെ പിടികൂടുന്നതിനോ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് പഞ്ചായത്ത് അധികാരികൾ ശ്രദ്ധ കാണിച്ചിട്ടില്ലെന്നും ജനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയും വിഷയത്തിൽ ഗൗരവമായി ഇടപെടുന്നില്ലെന്നും DYFI നേതാക്കൾ പറഞ്ഞു. ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിനും പേടികൂടാതെ പുറത്ത് ഇറങ്ങുവാനുമായി തെരുവുനായ അക്രമ വിഷയത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിച്ച് ഇവയെ പിടികൂടി ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്നും DYFI ആവശ്യപ്പെട്ടു. പോരൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവ് നായയുടെ അക്രമം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശമായിട്ടുള്ള മേലെണ്ണം, അതുപോലെ തന്നെ രവിമംഗലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീടിനകത്ത് വരെ കയറി തെരുവുനായ മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി ഇന്നലെ പരിക്ക് പറ്റിയ 3 ആളുകൾ ചികിത്സയിലാണ്. അതിലൊരു കുട്ടി ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരു സ്ത്രീ ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരു വയോധികൻ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിലേറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ഈ കുട്ടിക്ക് കാലിന് സുഖമില്ലാതെ അതിന്റെ വീട്ടിൽ കട്ടിലിൽ കിടക്കുന്ന കുട്ടിയാണ് നായ വീടിനകത്ത് കയറി ആക്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ഗുരുതരമായ സാഹചര്യം പോരൂർ പഞ്ചായത്തിൽ നിലവിലുണ്ട്. അതേ തുടർന്ന് ഇന്ന് പോരൂരിന്റെ താളിയംകുണ്ട് എന്നുള്ള പ്രദേശത്ത് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മുന്നിലേക്ക് തെരുവുനായ ചാടിക്കൊണ്ട് അതിലൊരു അപകടം പറ്റിയിട്ടുണ്ട്. ഒരു കുട്ടി തലയ്ക്ക് അപകടമായ ഒരു സാഹചര്യം ഉണ്ടായി, ആശുപത്രിയിൽ ചികിത്സയിലാണെന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഗുരുതര സാഹചര്യം പഞ്ചായത്ത് നിലനിൽക്കുകയാണ്. ഇതിനെ ജനങ്ങൾക്ക് ഒരു സുരക്ഷ ഉറപ്പുവരുത്താൻ, അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെടാൻ ഇങ്ങനത്തെ ഒരു ഭീതി നിലനിൽക്കുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇന്നതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ വരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ അക്രമത്തിൽ പരിക്കേറ്റ ആളുകളെ കാണാൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥ തലത്തിലും ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ പോരൂർ പഞ്ചായത്തിലാകെ ഈ തെരുവുനായ അക്രമം രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ജനങ്ങളെ ജീവിതം സംരക്ഷിക്കുന്നതിനും വിദ്യാർത്ഥിനികൾക്ക് അവരുടെ സ്കൂളിലേക്ക് ഭയം കൂടാതെ പോകാവുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടി തെരുവുനായയെ കണ്ടുപിടിക്കുന്നതിനും ആക്രമിക്കുന്ന തെരുവുനായയെ കണ്ടുപിടിക്കുന്നതിനും അതിന്റെ മറ്റു നടപടികൾ സ്വീകരിച്ച് ജനങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യം പഞ്ചായത്തിൽ ഒരുക്കണം എന്നുള്ളതാണ് DYFIക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആവശ്യപ്പെടാനുള്ളത്. ഇതിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് DYFI പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകുന്നതിന് വേണ്ടിയാണെന്ന് പഞ്ചായത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. പോരൂർ മേഖലാ സെക്രട്ടറി CP പ്രണവ്, സെക്രട്ടേറിയറ്റ് അംഗം ഷുഹൈബ്, മേഖലാ കമ്മിറ്റി അംഗം സാദിഖ് എന്നിവർ സംസാരിച്ചു.
ഒരൂർ ഗ്രാമപഞ്ചായത്തിലെ കോട്ടേക്കാട് കുന്നിൽ വീണ്ടും സെപ്റ്റി ടാങ്ക് മാലിന്യങ്ങൾ വ്യാപകമായി തള്ളിയതായി പരാതി. മുൻപും ഇവിടെ മാലിന്യങ്ങൾ തള്ളിയിരുന്നു. ജനവാസ മേഖലയായ ഈ ഒരു പ്രദേശത്ത് രാത്രിയുടെ മറവിലാണ് സാമൂഹിക വിരുദ്ധർ ഇങ്ങനെ വ്യാപകമായ തോതിൽ സെപ്റ്റി ടാങ്ക് മാലിന്യങ്ങൾ തള്ളിയുന്നത്. രൂക്ഷമായ ദുർഗന്ധമാണ് പ്രദേശത്ത് വമിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ സ്ഥലത്ത് സന്ദർശനം നടത്തി. എന്തായാലും ഒരു വലിയ സാമൂഹിക വിരുദ്ധ പ്രവർത്തനമാണ് ഈ കോട്ടേക്കാട് കുന്ന് മേഖലയിൽ കഴിഞ്ഞ ദിവസം നടന്നത്. പോരൂർ കൊട്ടേക്കാട് കുന്ന് ഐശ്വര്യപ്പറമ്പിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കക്കൂസ് മാലിന്യം തള്ളിയത്. രാവിലെ പ്രദേശമാകെ കടുത്ത ദുർഗന്ധം വമിച്ചതോടുകൂടിയാണ് നാട്ടുകാർ വിവരം അറിയുന്നത്. ജനങ്ങൾ ഏറെ തിങ്ങിത്താമസിക്കുന്ന ഈ മേഖലയിൽ രാത്രികാലങ്ങളിൽ പുറത്തുനിന്നുമുള്ള വാഹനങ്ങളിൽ എത്തിച്ച് മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണെന്ന് ആരോപിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് സമാനമായ രീതിയിൽ വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു. രാത്രികാല പരിശോധനകൾ കർശനമാക്കാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുവാൻ കാരണമെന്ന് വാർഡ് മെമ്പർ പി ജുൽഫീന പറഞ്ഞു. വാർഡ് 12 ചെറുകോട് ഐശ്വര്യപ്പറമ്പ് ഭാഗത്ത് കഴിഞ്ഞ ഫെബ്രുവരി 13 ഇത് ഒരു പ്രാവശ്യം ആവർത്തിച്ചതാണ്. അന്ന് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തതാണ്. ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സംഭവം അറിഞ്ഞ് പോരൂർ പഞ്ചായത്ത് അധികൃതർ ഉടൻ തന്നെ സ്ഥലത്തെത്തി. വലിയ രീതിയിൽ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് JCB ഉപയോഗിച്ച് മണ്ണുമാറ്റി പരിസരം താൽക്കാലികമായി വൃത്തിയാക്കി. മാലിന്യം തള്ളുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അമൃത വ്യക്തമാക്കി. രണ്ടാം തവണയാണ് സാമൂഹ്യ വിരുദ്ധര് കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത്. ഇതിന് നമ്മൾ സ്റ്റേഷനിൽ ഒരു തവണ പരാതി കൊടുത്തതാണ്. വീണ്ടും സാമൂഹ്യ വിരുദ്ധർ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് തക്കതായ നിയമ നടപടികൾ ആവശ്യമാണ്. നാട്ടുകാർക്കും അതേപോലെ തന്നെ ഇതിലുള്ള യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സംഭവം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഈ മഴയുടെ സാഹചര്യത്തിൽ അസുഖങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് കർശനമായ നിയമ നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെയും ബ്ലോക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെതും പിന്നെ വാർഡ് മെമ്പറുണ്ട് അവരെല്ലാവരുടെയും കൂട്ടായ തീരുമാനം. പഞ്ചായത്തിലും അതേപോലെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഞങ്ങൾ നിരന്തരമായിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ പ്രദേശത്ത് CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് മടങ്ങി വരാം. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503.
അളവില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വാർത്തകൾ തുടരുകയാണ് പ്രേക്ഷകരെ. വണ്ടൂർ ചെറുകോട് ആഞ്ജനേയാശ്രമത്തിൽ ആശ്രമത്തിന്റെ 8ാമത് വിദ്യാമൃതം പദ്ധതിയുടെ ഭാഗമായി ദ്വിദിന സഹവാസ ക്യാമ്പും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ആഞ്ജനേയാശ്രമം രക്ഷാധികാരി രവീന്ദ്രൻ കണ്ണൂർ സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2026 സ്വപ്നച്ചിറകിലേറാം നാളെയുടെ നായകർ സോഷ്യൽ മീഡിയ ഗുണവും ദോഷവും സംവാദം കളിയും കാര്യവും ഇനിയും വൈകിയിട്ടില്ല നാമജപ മഹിമ വളരാം വളർത്താം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ ക്ലാസുകളും ചർച്ചകളും നടന്നു. ആഞ്ജനേയാശ്രമം മഠാധിപതി സംപൂജ്യ സ്വാമി ഹനുമത് പാദാനന്ദ സരസ്വതി, ഷീജ കണ്ണൂർ, വയനാട് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഗ്രേസി ജേക്കബ്, ജയപ്രകാശ് ചെമ്പ്രമുണ്ട, ആശ്രമം ഉപാധ്യക്ഷൻ ഷിജിൻ ശർമ്മ തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. LKG മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് സഹവാസ ക്യാമ്പിന്റെ ഭാഗമായുള്ള പഠനോപകരണ വിതരണത്തിൽ ഭാഗമായത്. ആശ്രമ സമിതി നേതൃത്വം നൽകി. വണ്ടൂർ ഗ്രാമപഞ്ചായത്തും പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജും സംയുക്തമായി ആരോഗ്യ സ്പർശം എന്ന പേരിൽ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വണ്ടൂർ CNA ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത്. ജൂൺ 13 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ക്യാമ്പ് ആരംഭിക്കും. വിവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്കായി 13ഓളം പ്രമുഖ വിഭാഗങ്ങളിൽ നിന്നുമുള്ള വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരിക്കും. പരിശോധനയ്ക്ക് എത്തുന്നവരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർക്ക് ആവശ്യമായ 3 ദിവസത്തെ മരുന്നുകൾ തികച്ചും സൗജന്യമായി വിതരണം ചെയ്യുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ പറഞ്ഞു. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള മുഴുവൻ പൊതുജനങ്ങളും ഈ മികച്ച അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. 13ഓളം വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമാണ് അവിടെ ലഭിക്കുക. വണ്ടൂർ പഞ്ചായത്തിൻ്റെ മുഴുവൻ ആൾക്കാരും ആ സേവനം പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും നല്ല ഒരു ചികിത്സാ രീതിയിലുള്ള ഏറ്റവും നല്ലൊരു ക്യാമ്പാക്കി മാറ്റുവാൻ എല്ലാവരും സഹകരിച്ച് ഇതിനെല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജീന സിയാദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ നിഷ K മാധവൻ, ഷാഹുൽ ഹമീദ്, പഞ്ചായത്ത് അംഗം KV സിന്ധു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നിലമ്പൂർ സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാടിക്കുന്ന് ഗിരിജൻ നഗറിലെ വിദ്യാർത്ഥികൾക്ക് കുടകൾ വിതരണം ചെയ്തു. 14 കുട്ടികൾക്കാണ് കുടകൾ നൽകിയത്. നിലമ്പൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് മോഹൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് സമീർ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി വിനീത് മയ്യന്താനി ആശംസകൾ നേർന്നു. വാർഡ് കൗൺസിലർ ഷിഹാബ് ഇന്നി സ്വാഗതവും ആശാവർക്കർ റുഖിയ നന്ദിയും പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സമൂഹത്തിൽ വ്യാപകമായി ഇടപെടുന്ന ഒരു ട്രസ്റ്റാണ് സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാൽപന്ത് കളിയുടെ ലോകമാമാങ്കത്തിന് വിസിലൂതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ആവേശം അലതല്ലി മലയോര മേഖലയിലെ വിദ്യാലയങ്ങളും. ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കുവാൻ സംഘടിപ്പിച്ചത് വൈവിധ്യമാർന്ന പരിപാടികൾ.
കാലവർഷക്കാലത്ത് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ ചെറുക്കുവാൻ വ്യക്തി ശുചിത്വത്തിന് പ്രാധാന്യം നൽകണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ. ജില്ലയിൽ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ അവലോകനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്നു. പോരൂർ ഗ്രാമപഞ്ചായത്തിലെ തെരുവുനായ അക്രമവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ അക്രമത്തിൽ യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തെ തുടർന്നാണ് പരാതി. പോരൂർ കോട്ടേക്കാട് കുന്നിൽ വീണ്ടും വൻതോതിൽ സെപ്റ്റി ടാങ്ക് മാലിന്യം തള്ളി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ജനവാസ മേഖലയിൽ സാമൂഹിക വിരുദ്ധർ വ്യാപകമായി മാലിന്യം നിക്ഷേപിച്ചത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്ത് പരിശോധന നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകരെ, വിശദമായ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്,